നഷ്ടമായ കാർഷിക മനസ്സ് മലയാളി തിരിച്ചുപിടിക്കേണ്ട കാലം അതിക്രമിച്ചതായി ബാബു എം പാലിശ്ശേരി എംഎൽഎ പറഞ്ഞു. ടിസിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കർഷക മനസ്സ്, ഹരിതം എന്നീ പരിപാടികളുടെ മികവ് പരിഗണിച്ച് കാഴ്ച തൃശൂർ ഏർപ്പെടുത്തിയ പുരസ്കാരം ടിസിവിക്കും ടിസിവി റിപ്പോർട്ടർ ബൈജു ദേവസിക്കും സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് കൃഷിയിലേക്ക് തിരിച്ചു പോകേണ്ടതിന്റെ ആവശ്യകത വർദ്ധിക്കുകയാണ്. കൃഷി ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാക്കുക എന്നതാണ് ഏറെ പ്രധാനം. കൃഷിയെ പരിപോഷിപ്പിക്കുന്ന പരിപാടികളും വാർത്തകളും നൽകുന്നു എന്നതാണ് ടിസിവിയെ ഇത്തരമൊരു അംഗീകാരത്തിന് അർഹമാക്കിയത്. വർത്തമാനം പറച്ചിൽ മാത്രമായി നമ്മുടെ കാർഷിക പ്രവർത്തനങ്ങൾ അധംപതിക്കുമ്പോൾ ഇങ്ങനെയും കൃഷി ചെയ്യാമെന്ന സാധ്യത അവതരിപ്പിക്കാനാണ് താൻ മട്ടുപാവ് കൃഷി ആരംഭിച്ചതെന്നും ബാബു എം പാലിശ്ശേരി എംഎൽഎ പറഞ്ഞു. വർത്തമാനം പറയലും പ്രസംഗവും വലിയ വലിയ കാര്യങ്ങൾ പറയുകയും ജീവിതത്തിൽ അതൊന്നും നടപ്പിലാക്കില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ ഈ സമൂഹത്തിലെ ഏറ്റവും വിഷവിത്തുകളാണ്. അത് മാറ്റി അവരെ തിരിച്ചറിയാൻ ചാനലുകൾക്ക് കഴിയണം, മാധ്യമങ്ങൾക്ക് കഴിയണം, ജനങ്ങൾക്ക് കഴിയണം. അങ്ങനെയുള്ള ഏറ്റവും സത്യസന്ധമായി ഈ കാർഷിക മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ, കൃഷിയെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുന്നു ടിസിവി. അത് ബൈജു അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം നടത്തിയിരിക്കുന്നു. അതിൽ നിങ്ങൾ അദ്ദേഹത്തെയും ഈ ചാനലിനെയും ആദരിക്കുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായി. തൃശൂരിൽ നടന്ന ചടങ്ങിൽ ടിസിവിക്ക് വേണ്ടി തൃശൂർ ടെലിവിഷൻ മാനേജിംഗ് ഡയറക്ടർ ജോഷി വടക്കൻ പുരസ്കാരം ഏറ്റുവാങ്ങി. കർഷക മനസ്സ്, ഹരിതം എന്നീ പരിപാടികളുടെ അണിയറ ശില്പിയായ ബൈജു ദേവസിക്ക് പ്രശസ്തി പത്രവും 10,000 രൂപയും അടങ്ങുന്ന പുരസ്കാരം ചടങ്ങിൽ സമ്മാനിച്ചു. അഡ്വക്കേറ്റ് എ.ഡി. ബെന്നി അധ്യക്ഷനായിരുന്നു. തോമസ് പാവറട്ടി, കാഴ്ച സെക്രട്ടറി രാജൻ എലവത്തൂർ, ഡേവിസ് കണ്ണനായിക്കൽ, നാസ കുന്നത്തുങ്കര, മേസി ഡേവിസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ ടെലിവിഷൻ ചെയർമാൻ മനോജ് കല്ലാറ്റ്, തൃശൂർ ടെലിവിഷൻ ഡയറക്ടറും ടെലിവൈഡ് മീഡിയ ചെയർമാനുമായ ജെയ്സൺ നെല്ലങ്കര, ടിസിവി കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.